സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. മകയിരം നക്ഷത്രത്തിൻ്റെ ജൂലൈ 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടാനും മറക്കരുത്. മകയിരം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ഏതൊക്കെ ടാരോട്ട് കാർഡുകളാണ് മെസ്സേജായിട്ടും ഓവറോൾ എനർജി ആയിട്ടും ചാലഞ്ചസ് ആയിട്ടും ഒക്കെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 6 ഓഫ് വോൺസ്, 5 ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്, 4 ഓഫ് കപ്സ്, 7 ഓഫ് വോൺസ്. ഈ ഒരു മാസം നിങ്ങൾ ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ച് വിജയമുണ്ടാക്കും. ജോലി, പൊതുജീവിതം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ഇവയിലൊക്കെ ഒരു പോസിറ്റീവായി നിങ്ങൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കും. നിങ്ങളെ ഒരുപാട് പേർ ശ്രദ്ധിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു ചേരും. ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് തന്ത്രപരമായ വിജയ സാധ്യതയാണ്. നിങ്ങൾക്ക് ഒരു അവസരം വിവാദത്തിലൂടെയോ പ്രശ്നത്തിലൂടെയോ ഒക്കെ വരാം. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക, കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. സോഫ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിലൂടെ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, പക്ഷേ അത് തോൽപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന വെല്ലുവിളിയായി നിങ്ങളുടെ ഉള്ളിലുള്ള റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യുക, ക്ഷമ കാണിക്കുക, സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒഴിവാക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ ഇന്നർ പവർ പരീക്ഷിക്കുന്നതുമാവാം. ഈ ഒരു മാസം ബെറ്ററായി മുന്നോട്ട് പോകാൻ 4 ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ഇമോഷണൽ വിഡ്രോവൽസ് അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ കൊണ്ടൊക്കെ നിങ്ങളുടെ മുൻപിൽ വരുന്ന അവസരങ്ങളെ കാണാതെ പോവരുത് എന്നാണ്. ബി ഓപ്പൺ ടു ന്യൂ ഐഡിയാസ്. മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ അത് ശരിയാണെന്ന് തോന്നുമ്പോൾ മടി കാണിക്കാതെ യെസ് പറയുക. മാസത്തിൻ്റെ അവസാനമായി വരുമ്പോൾ നിങ്ങൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തും. അതായത് ആ ഒരു സ്ഥാനം നിലനിർത്താൻ വേണ്ടി എതിർപ്പുകളൊക്കെ ഉണ്ടാകും, ആളുകളുടെ പ്രഷറൊക്കെ ഉണ്ടാകും. ആ ഒരു സ്ഥാനം സംരക്ഷിക്കേണ്ടതായും വരും. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൊണ്ട് അതൊക്കെ അതിജീവിക്കാൻ സാധിക്കും. ഇതോടുകൂടി ഈ കാർഡ് റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.